അർജന്റീനയിലെ തിരക്കേറിയ തെരുവിൽ അച്ഛനിൽ നിന്ന് കുഞ്ഞ് വേർപിരിഞ്ഞു പോകുന്നു. അച്ഛനെ കാണാതായതോടെ കുട്ടി ആകെ പരിഭ്രമിച്ചുപോയി കരയുകയാണ്. പക്ഷെ പിന്നീടുണ്ടായ സംഭവങ്ങൾ മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് വഴിമാറിയത്. നാട്ടുകാർ കുട്ടിയുടെ അച്ഛനെ കണ്ടുപിടിക്കാൻ ഇറങ്ങുകയാണ്. അതെങ്ങനെയാണ് എന്നല്ലേ, കുട്ടിയുടെയും അച്ഛന്റെയും പേരുകൾ ചേർത്തിണക്കി ഒരു പാട്ടുണ്ടാക്കി. എന്നിട്ട് ആ പാട്ട് പാടി അവരങ്ങിറങ്ങി. അനുശ്രീ വത്സൻ ചേരുന്നുണ്ട് തത്സമയം. അനു, സാധാരണഗതിയിൽ തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഒരാളെ കാണാതാകുന്നതൊക്കെ ഇടയ്ക്ക് സംഭവിക്കാറുള്ള കാര്യമാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത് റിസപ്ഷനിലെത്തുന്നു, ഇന്ന വ്യക്തിയുടെ ഇന്ന ആളെ കാണാനില്ല എന്ന് അനൗൺസ് ചെയ്യുന്നു. ഇനിയിപ്പോൾ അത് മറ്റൊരു പബ്ലിക് സ്പേസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയാണ് ഉണ്ടാകാറുള്ളത്. പക്ഷെ ഇത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ ഒരു പാട്ടൊക്കെ ഉണ്ടാക്കി അത് പാടി ആ അച്ഛനെയും കുഞ്ഞിനെയും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിപ്പിക്കുന്നു. അച്ഛൻ ഓടി വന്ന് കുഞ്ഞിനെ വാരി പുണരുന്നു. വളരെ സന്തോഷമുള്ളൊരു കാഴ്ച. എന്നിട്ട് അതിനുശേഷം ഹാപ്പിയായി രണ്ടുപേരും വീട്ടിൽ പോയല്ലേ? അതെ ഹിമ, ഭയങ്കര സന്തോഷപരമായ ഒരു കാഴ്ച തന്നെയാണ് ഇത്. അർജന്റീനയിലെ ഒരു തിരക്ക് പിടിച്ച നഗരമാണിത്. ഈ നഗരത്തിലെ അച്ഛനും മകനും കൂടി ഒരു ഒഴിവുവേള ആനന്ദകരമാക്കാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കാം. അപ്പോൾ എന്തായാലും നല്ല തിരക്കിനിടയിൽ കുട്ടി പെട്ടുപോയി. കുട്ടിയും അച്ഛനും തമ്മിൽ വേർപെട്ടു. അച്ഛനെ കാണാതായപ്പോൾ കുട്ടി കരഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്തായാലും കുറച്ചുകൂടി മനുഷ്യപ്പറ്റുള്ള ആൾക്കാർ തന്നെയായിരുന്നു ചുറ്റും ഉണ്ടായിരുന്നതെന്ന് പറയാം. അപ്പോൾ അവർ ശ്രദ്ധിച്ചു, അവരെന്താ കാരണം എന്ന് ചോദിച്ചു. അങ്ങനെ കുട്ടി അച്ഛനെ കാണാത്ത കാര്യം പറഞ്ഞപ്പോഴാണ് ഇവർക്കൊരു ഐഡിയ തോന്നുന്നത്. അച്ഛൻ്റെയും മകൻ്റെയും പേര് കൂടി ചേർത്തിട്ട് ഒരു പാട്ട് പാടി ആകർഷിക്കാം അച്ഛനെ. അതായത് എന്നേരം അവർ കേൾക്കുമല്ലോ, അച്ഛൻ എവിടെയെങ്കിലും ആണെങ്കിൽ കേൾക്കാം. അങ്ങനെ ആ ആൾക്കാരിൽ ഒരാൾ കുട്ടിയെ ചുമലിലെടുക്കുന്നു. അതാകുമ്പോൾ അച്ഛൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണുകയും കൂടി ചെയ്യാലോ. അങ്ങനെ അവർ ഭയങ്കര രസകരമായി ഒരു പാട്ട് പാടുന്നുണ്ട്. എഡ്വേർഡ് എന്നാണ് അച്ഛൻ്റെ പേര്, ക്രൂസ് എന്നാണ് കുട്ടിയുടെ പേര്. അത് ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ആ പാട്ട് പാടിയിട്ട് അവർ അച്ഛനെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. എന്തായാലും നല്ല രസകരമായ ഒരു കാര്യം. മനുഷ്യത്വം എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുക കൂടി ചെയ്യുകയാണ് അർജന്റീനയിലെ കുറച്ച് ജനങ്ങൾ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക. മാത്രമല്ല, ഇത് കഴിഞ്ഞ ദിവസമാണ് സംഭവിച്ചത്. ഇത് ട്വിറ്ററിൽ നിരവധി പേരാണ് ഈ വീഡിയോ കണ്ടത്. അവിടെ ഒരു മ്യൂസിക് ബാൻഡ് കൂടി ഉണ്ടായിരുന്നു. നഗരങ്ങളിൽ മ്യൂസിക് ബാൻഡുകളൊക്കെ ഉണ്ടാകുന്നത് വിദേശ രാജ്യങ്ങളിലെ നിരന്തരമായ ഒരു കാഴ്ചയാണ്. അങ്ങനെ മ്യൂസിക് ബാൻഡ് കൂടി ഇതിലേക്ക് ചേരുന്നു. അവർ കൈകൊട്ടി താളം പിടിച്ച് പാട്ടുപാടി അച്ഛൻ്റെയും മകൻ്റെയും പേര് ചേർത്ത് പാട്ടുപാടി ആൾക്കാരെ അച്ഛനെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഹിമ, തീർച്ചയായിട്ടും വളരെ രസകരവും കൗതുകവുമായിട്ടുള്ള ഒരു കാഴ്ച. അനു എന്തായാലും ഒരുപാട് തിരക്കുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. എപ്പോഴെങ്കിലും ആരെങ്കിലും കൈവിട്ടു പോയ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഹിമമോളെ, എനിക്കങ്ങനെ ഭയങ്കരമായ അനുഭവങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ നാട് കണ്ണൂർ ജില്ലയിലെ പിണറായിയാണ്. പിണറായിയിൽ ഭയങ്കര തിരക്കുള്ള ഒരു ഉത്സവ പറമ്പുകളിലൊക്കെ ഉണ്ട്. അത് ഒരു അണ്ടല്ലൂർ കാവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് അവിടെ. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കും, എൻ്റെ ദൈവമേ, ഇതിൻ്റെ ഇടയിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ഞാനെങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആശങ്കപ്പെടാറുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു വിചാരിച്ചിട്ട്. ആ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ കമ്മിറ്റി ഓഫീസൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ, ഉത്സവപ്പറമ്പിലെ കമ്മിറ്റി ഓഫീസിൽ ഉച്ചഭാഷണി വഴി ആൾക്കാരെ കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വീണു പോയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് എടുക്കുക എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി ഓഫീസിന് വിളിച്ചു പറയല്ലോ. അപ്പം ഞാൻ കണ്ടുപിടിക്കുന്ന ഒരു ഐഡിയ, അവിടെ പോയി നിൽക്കാം, അപ്പം എനിക്ക് എന്തായാലും അച്ഛനും അമ്മനെയും കണ്ടെത്താൻ പറ്റുമല്ലോ എന്നൊക്കെയാണ്. ഹിമമോൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അനു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തായാലും ഇനി ഉച്ചഭാഷണിയുടെ അടുത്തൊന്നും പോയി നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു പാട്ടൊക്കെ പാടി രസകരമായി അച്ഛനെയും അമ്മയൊക്കെ കണ്ടുപിടിക്കാൻ അടുത്തുള്ളവരോടൊന്ന് പറഞ്ഞാൽ മതി. ശരി അനുശ്രീ. ശരി.